സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടി നടക്കുന്ന പാർട്ടി എന്ന് എല്ലാവരും പറയുന്നത് കോൺഗ്രസിനെയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പാർട്ടി വിടുന്നു, പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങൾ, സ്ഥാനാർത്ഥികൾ അംഗീകരിക്കാതിരിക്കുക, ഇതൊക്കെ. പക്ഷെ ഇത്തവണ ട്രെൻഡ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കോൺഗ്രസ് ആദ്യം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, പടലപ്പിണക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പഴയ കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് BJP മാറിയിട്ടുണ്ട്. കാര്യം, തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, ഇതെല്ലാം നടക്കുമ്പോൾ ഇപ്പൊ പാലക്കാട് ഇതേപോലെ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു, ഒരു കൂട്ടരെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ BJP പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലേ? കേരളത്തിൽ BJP ഭരിക്കുന്ന 2 നഗരസഭകളിൽ ഒന്ന് പാലക്കാടും മറ്റൊന്ന് പന്തളവുമാണ്. BJP നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ പാലക്കാട്ടും പന്തളത്തും ഇത്തവണ ഭരണം നഷ്ടപ്പെടുമെന്നാണ്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയ്ക്കകത്ത് വലിയ വിമർശനങ്ങൾ വരുന്നു പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല, പാലക്കാട് BJPയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു വിഭാഗം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്നാണ് പാലക്കാട് നഗരസഭയിലെ നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ളവർ പറയുന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കാത്ത ആളുകളെ പാലക്കാട് നഗരസഭയിൽ നിന്ന് വെട്ടിമാറ്റുകയാണെന്നും ഇവർ ആരോപണം ഉന്നയിക്കുന്നു. വർഷങ്ങളായി പാലക്കാട് നഗരസഭാ കൗൺസിലറായ RSSന്റെ നേതാവ്, ഒരു കാലത്ത് കേരളത്തിൽ RSS ഒന്നുമല്ലാത്ത കാലത്ത് RSSനെ നയിച്ച ഒരു വ്യക്തിയാണ് N ശിവരാജൻ. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റില്ല. അതോടൊപ്പം തന്നെ ഈ പ്രശാന്ത് ശിവനെയും അതോടൊപ്പം കൃഷ്ണകുമാറിനെയും അനുകൂലിക്കാത്ത ആളുകളെ വ്യാപകമായി വെട്ടിനിരത്തി എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിൽ വലിയ പൊട്ടിത്തെറിയാണ് BJPക്കകത്തുണ്ടായിരിക്കുന്നത്. എന്ത് വില കൊടുത്തും പാലക്കാട് നഗരസഭ ഭരണം നിലനിർത്താനുള്ള തീവ്രമായ നീക്കം BJP നടത്തുമ്പോഴാണ് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പാലക്കാട്ടെ പാർട്ടിക്കകത്തെ പടലപ്പിണക്കം BJPയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ പ്രശാന്ത് ശിവനെതിരെ BJPക്കകത്ത് വലിയ പ്രതിഷേധം വരുന്നുണ്ട്. കാരണം പാർട്ടി നേതൃത്വത്തെ വിറ്റു തുലയ്ക്കുന്ന നിലപാടാണ് പ്രശാന്ത് ശിവന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു ഗുണ്ട എന്ന രൂപത്തിലാണ് പ്രശാന്ത് ശിവൻ പെരുമാറുന്നത് എന്ന ആക്ഷേപം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശാന്ത് ശിവൻ, കൃഷ്ണകുമാർ അടങ്ങുന്ന ഒരു കോക്കസ് ആണ് പാലക്കാട്ടെ BJPയെ നയിക്കുന്നത്. നഗരസഭ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇവരുടെ ഇടപെടലുണ്ട്. ഈ കൃഷ്ണകുമാറിനെ കുറിച്ച് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പറഞ്ഞത്, പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് കൃഷ്ണകുമാർ എന്നാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ നീക്കം. പാലക്കാട്ടെ BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലമാണ് പാലക്കാട് നഗരസഭ എന്നതിൽ തർക്കമില്ല. BJPയെ വിറ്റ് തുലക്കുന്ന, പാർട്ടിയെ വിറ്റ് കാശാക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നടത്തിയ അതിക്രമം നമ്മൾ കണ്ടതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത തരത്തിൽ ആശയങ്ങൾ കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. തീർച്ചയായും ആശയങ്ങൾ കൊണ്ട് നേരിടുന്നതിന് പകരം അക്രമം കൊണ്ട് നേരിടാനുള്ള ശ്രമം പ്രശാന്ത് ശിവൻ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം നടത്തിയ ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പാലക്കാട് നഗരസഭയിൽ ഇത്തവണ BJPക്ക് നഷ്ടമായാൽ അല്ലെങ്കിൽ BJPക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പാലക്കാട്ടെ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ പാലക്കാട്ടെ പാർട്ടി സമാനതകളില്ലാത്ത വിഭാഗീയ പ്രവർത്തനങ്ങളുടെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു വന്ന് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടടക്കം വലിയ പൊട്ടിത്തെറിയും പ്രതിഷേധവും പാർട്ടിക്കകത്തുണ്ട്. പാർട്ടിയിലെ ശക്തി കേന്ദ്രമായ മൂത്താൻതറയിലടക്കം BJPക്കകത്ത് വലിയ അസ്വാരസ്യങ്ങളുണ്ട്. ഇത് മുതലെടുക്കാനാണ് കോൺഗ്രസും CPM അവിടെ ശ്രമിക്കുന്നത്. ഈ പ്രശാന്ത് ശിവനെതിരായ പ്രതിഷേധവും കൃഷ്ണകുമാറിനെതിരായ പ്രതിഷേധവും ഇത്തവണ വോട്ടായി മാറും എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ഒരു നാലാംകിട ഗുണ്ടയെ പോലെയാണ് പ്രശാന്ത് ശിവന്റെ പെരുമാറ്റമെന്നാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രശാന്ത് ശിവനെതിരെ പാർട്ടിക്കകത്തെ പ്രതിഷേധം, കൃഷ്ണകുമാറിനെതിരായ പ്രതിഷേധം വളരെ വലിയ രൂപത്തിൽ പ്രതിഫലിക്കുമെന്നും പാലക്കാട് നഗരസഭ ഭരണം ഇത്തവണ BJPക്ക് നഷ്ടമാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനം കോൺഗ്രസ് അവിടെ നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കൃഷ്ണകുമാറിന് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കൃഷ്ണകുമാറിനെതിരെ അയാളുടെ ഒരു ബന്ധു തന്നെ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതെല്ലാം പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ BJPയിലെ പ്രശ്നം അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതല്ല. പ്രശാന്ത് ശിവനും കൃഷ്ണകുമാറുമായുള്ള അവിഹിത കൂട്ടുകെട്ട്, BJP നേതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ അവിഹിത കൂട്ടുകെട്ട് പാർട്ടിയെ വിറ്റു തുലയ്ക്കുകയാണ്. ഇതിനെതിരാണ് ഞങ്ങളുടെ പോരാട്ടം, അല്ലെങ്കിൽ ഇതിനെതിരായാണ് തങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പാലക്കാട് നഗരസഭയിലെ നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കമുള്ളവർ പറയുമ്പോൾ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്കതിൽ ഊഹിക്കാൻ കഴിയും. പക്ഷേ ഒരു വശത്ത് ഇവർ പറയുന്നുണ്ട് കേരളത്തിൽ താമര വിരിയുമെന്ന്,
മറുവശത്ത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും പാർട്ടി വിട്ടുപോകലും. അപ്പൊ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാതെ ഇവര് ഈ പടലപ്പിണക്കങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇവർക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള നഗരസഭകളോട് കൈവിട്ടു പോകില്ലേ? തീർച്ചയായും പാലക്കാട് നഗരസഭ ഇത്തവണ BJPക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എഴുതി ഒപ്പിടാൻ സാധിക്കും. കാരണം അത്രത്തോളം വലിയ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് പാലക്കാട് നഗരസഭയിൽ ഉള്ളത്. RSS നേതൃത്വമടക്കം ഇതിൽ വളരെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട്. RSS നേതൃത്വം, പാലക്കാട് നഗരസഭ RSS നേതൃത്വം നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു നഗരസഭയാണ്. കാരണം BJPക്ക് ഭരണമുള്ള പന്തളത്തും പാലക്കാട്ടും RSSന്റെ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. RSS നേതൃത്വത്തിലടക്കം വലിയ പ്രതിഷേധമുണ്ട്. ഈ പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനം, ഒരു ഭാഗത്ത് കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ശിവരാജൻ, പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ കോക്കസിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുൻ കൗൺസിലർമാർ അടക്കമുള്ളവർ, പ്രാദേശിക പ്രവർത്തകർ അടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പാലക്കാട്ട് BJPയിലെ അസ്വാരസ്യങ്ങളും ഇതും പടലപ്പിണക്കവും വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കാൻ RSSന് കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് നഗരസഭ നഷ്ടപ്പെടുന്നത് BJPക്ക് ഒരു നിയമസഭാ മണ്ഡലം നഷ്ടപ്പെടുന്നത് തുല്യമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഭരണം പിടിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും, സ്വന്തം സ്ഥാനാർത്ഥികളെ കാലുവാരാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരു വിഭാഗം പ്രവർത്തകർ. അത് പ്രശാന്ത് ശിവനോടും കൃഷ്ണകുമാറിനോടുമുള്ള അതൃപ്തിയും എതിർപ്പും കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നത്. ശിവരാജനെ പോലെ RSSലൂടെ കടന്നു വന്ന് മൂത്താൻതറ എന്ന് പറയുന്നത് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. സംഘപരിവാറിന്റെ ഒരു ശക്തി കേന്ദ്രമായ പ്രദേശമാണ് ഈ മൂത്താൻതറ എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ പോലും ഇത്തവണ അത്ഭുതപ്പെടാനില്ല. ശിവരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, BJPയുടെ മുതിർന്ന നേതാവിന് അത്രത്തോളം സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ പ്രശാന്ത് ശിവനെയും ജന്മദേശം അവിടെ തന്നെയാണ്. ഇരുവരും തമ്മിൽ വളരെ വലിയ പോര് നടക്കുന്നുണ്ട് പാർട്ടിക്കകത്ത്. ഇത് പുറത്തേക്ക് പല ചെറിയ ഒരു മഞ്ഞുമലയുടെ അറ്റം ഉരുകുന്നത് പോലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ പരസ്പരം കാലുവാരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ BJP നേതൃത്വം പാലക്കാട് മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ല. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെ പരിഹരിക്കണമെന്നറിയാത്ത ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പരിഹരിക്കാവുന്ന രൂപത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPക്ക് ദയനീയമായ പരാജയമായിരിക്കും പാലക്കാട് നഗരസഭയിൽ ഉണ്ടാവുക. അതോടുകൂടി പാലക്കാട്ടെ BJPയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല.